ഹലോ സുഹൃത്ത്, നമസ്കാരം. ജെഡീസ് കറണ്ട് അഫേഴ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഫെബ്രുവരി 21, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സുമായി ജെഡീസ് കറണ്ട് അഫേഴ്സ്. കറണ്ട് അഫേഴ്സ് എന്നും അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കൂ. നമുക്കുണ്ടാവുന്നൊരു കോൺഫിഡൻസ് ഉണ്ട്, നമുക്കുണ്ടാവുന്നൊരു മാറ്റമുണ്ട്. അത് നമ്മളെപ്പോഴും നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളെന്നും അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ജെഡീസ് കറണ്ട് അഫേഴ്സ് ഓരോ ദിവസം ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് ആണ് നൽകാൻ ശ്രമിക്കുന്നത്. നമുക്കിന്നത്തെ കറണ്ട് അഫേഴ്സിലേക്ക് പോകാം. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ്, ഡൽഹി ഗെറ്റ്സ് ന്യൂ ചീഫ് മിനിസ്റ്റർ, മെഗാ ഓത്ത് സെർമണി. ഡൽഹിക്ക് പുതിയ മുഖ്യമന്ത്രി, മെഗാ സത്യപ്രതിജ്ഞ ചടങ്ങ്. ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസ് ആണ്. ഡൽഹിയിലെ പുതിയ മുഖ്യമന്ത്രിയുടെ പേരെന്താണ്, എത്ര വയസ്സാണ് ഇപ്പോഴത്തെ ഡൽഹിയിലെ മുഖ്യമന്ത്രിക്ക്, അതുപോലെ തന്നെ ഡൽഹിയിലെ മുഖ്യമന്ത്രി ഏത് കോൺസ്റ്റിറ്റ്യുവൻസിൽ നിന്നാണ്, മണ്ഡലത്തിൽ നിന്നാണ് വിജയിച്ചിട്ടുള്ളത്, ഇപ്പോൾ ഉള്ള ഡൽഹിയിലെ മുഖ്യമന്ത്രി എത്രാമത്തെ മുഖ്യമന്ത്രിയാണ്. ഇതേപോലെ ലേറ്റസ്റ്റ് ആണ് ഇന്നത്തെ ഈ ഒരു ഹെഡിങ്ങിലുള്ളത്. നമുക്ക് കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 ഫെബ്രുവരി 20 മുതൽ ഡൽഹിയുടെ പുതിയ മുഖ്യമന്ത്രി ആരാണ്? രേഖ ഗുപ്ത. ഡൽഹിയുടെ പുതിയ മുഖ്യമന്ത്രി ആണ് രേഖ ഗുപ്ത. ഫെബ്രുവരി 20 ഇന്നലെയാണ് ഡൽഹിയിലെ മുഖ്യമന്ത്രി ആയിട്ട് സത്യപ്രതിജ്ഞ ചെയ്തിട്ടുള്ളത് രേഖ ഗുപ്ത. 50 വയസ്സാണ് രേഖ ഗുപ്തയ്ക്ക്. ഡൽഹിയിലെ ഇപ്പോഴത്തെ കറണ്ട് മുഖ്യമന്ത്രി ആണ് രേഖ ഗുപ്ത. ആദ്യമായി MLA ആയ മുഖ്യമന്ത്രി രേഖ ഗുപ്ത ഏത് മണ്ഡലത്തിൽ നിന്നാണ് നിയമസഭാ സീറ്റ് നേടിയത്? ഷാലിമാർ ബാഗ്. ഡൽഹിയിലെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കോൺസ്റ്റിറ്റ്യുവൻസി മണ്ഡലമാണ് ഷാലിമാർ ബാഗ്. ഷാലിമാർ ബാഗിൽ നിന്നാണ് MLA ആയിട്ട് രേഖ ഗുപ്ത ഡൽഹി അസംബ്ലിയിൽ എത്തിയിട്ടുള്ളതും MLA ആയിട്ട് വരികയും അതേ വർഷം തന്നെ ആദ്യത്തെ പ്രാവശ്യം തന്നെ മുഖ്യമന്ത്രി ആകാനുള്ളൊരു അവസരം, ഭാഗ്യം ലഭിച്ചിട്ടുള്ള വ്യക്തിയാണ് ഇപ്പോഴത്തെ ചീഫ് മിനിസ്റ്റർ ആയിട്ടുള്ള രേഖ ഗുപ്ത. ഡൽഹിയുടെ 9ാമത് മുഖ്യമന്ത്രി ആരാണ്? രേഖ ഗുപ്ത. ഡൽഹിയിലെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി, ഇത് 9ാമത്തെ മുഖ്യമന്ത്രിയാണ്. രേഖ ഗുപ്തയാണ് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി. 8ാമത്തെ മുഖ്യമന്ത്രി ആയിരുന്നു അരവിന്ദ് കെജ്രിവാൾ. കഴിഞ്ഞ 2 ടേം ഭരിച്ചിരുന്ന മുഖ്യമന്ത്രിയായിരുന്നു അരവിന്ദ് കെജ്രിവാൾ, ആം ആദ്മി പാർട്ടി. എന്നാൽ ഈ പ്രാവശ്യം ഏറ്റവും കൂടുതൽ സീറ്റ് നേടിയിട്ടുള്ളത് BJP ആണ്. BJPയുടെ ഭരണമാണ് ഇപ്പോൾ ഡൽഹിയിലുള്ളത്. ഡൽഹിയിലെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയാണ് രേഖ ഗുപ്ത. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ്, അസാം മിഷിംഗ് ട്രൈബ് സെലിബ്രേറ്റ്സ് ദി അലി ഐ ലിഗാങ് ഫെസ്റ്റിവൽ. ആസാമിലെ മിഷിംഗ് ഗോത്രം അലി ഐ ലിഗാങ് ഉത്സവം ആഘോഷിക്കുന്നു. അലി ഐ ലിഗാങ് ഉത്സവം ആഘോഷിക്കുന്ന മിഷിംഗ് ട്രൈബിന്റെ മറ്റൊരു പേര് കൂടിയുണ്ട്, അതായത് മിസ്സിംഗ് ട്രൈബ് എന്നും പറയുന്നു. ആസാമിലെ ഏറ്റവും കൂടുതൽ ഉള്ള ഗോത്രമാണോ? അല്ല, ഇത് 2ാമത്തേതാണ്. എങ്കിൽ ആദ്യത്തെ ഗോത്രം ഏതാണ്? ഏറ്റവും കൂടുതൽ ട്രൈബൽസ് ഉള്ള ആസാമിലെ ഏത് ഗോത്രമാണ്? നമുക്ക് കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. അലി ഐ ലിഗാങ് വേരുകളുടെ പഴങ്ങളുടെയും ആദ്യ വിതയ്ക്കൽ ആഘോഷിക്കുന്ന മിഷിംഗ് ഗോത്രം ഏത് സംസ്ഥാനത്താണ്? അസം. ആസാമിലെ മിസ്സിംഗ് അല്ലെങ്കിൽ മിഷിംഗ് എന്നറിയപ്പെടുന്ന ഒരു ഗോത്രമാണ്. ഈ ഒരു ട്രൈബൽസിന്റെ ഏറ്റവും വലിയൊരു ഉത്സവമാണ് അലി ഐ ലിഗാങ് എന്ന് പറയുന്ന, അതായത് പഴങ്ങളും വേരുകളും അതിൻ്റെ ആദ്യത്തെ ആ ഒരു വിതയ്ക്കൽ സോവയിൽ നടത്തുന്ന ഒന്നാണ് ഈ ഒരു ട്രൈബൽസിന്റെ ആഘോഷം. ആസാമിലെ ഏറ്റവും വലിയ ഗോത്രം ഏതാണ്? ബോഡോ ഗോത്രം. ബോഡോ ട്രൈബൽസ് ആണ് ആസാമിലെ ഏറ്റവും കൂടുതലായിട്ട് വസിക്കുന്ന ഗോത്രം. അത് കഴിഞ്ഞാൽ പിന്നെ 2ാമത്തെ ആണ് മിസ്സിംഗ് അല്ലെങ്കിൽ മിഷിംഗ് എന്ന് പറയുന്ന ഗോത്രം. അവരുടെയാണ് ഇപ്പോൾ അലി ഐ ലിഗാങ് എന്ന് പറയുന്ന ഈ ഒരു സെലിബ്രേഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. അലി ഐ ലിഗാങ് ഉത്സവം ഏത് മാസത്തിലാണ് ആഘോഷിക്കുന്നത്? ഫഗൂൺ മാസത്തിലെ ആദ്യ ബുധനാഴ്ച. ഫഗൂൺ മാസം പൊതുവെ വരുന്നത് ഫെബ്രുവരിയിലാണ് ഈ ഫഗൂൺ മാസം. ഫഗൂൺ മാസത്തിന്റെ ആദ്യത്തെ ബുധനാഴ്ചയാണ് അലി ഐ ലിഗാങ് എന്ന് പറയുന്ന മിഷിംഗ് എന്ന ട്രൈബൽസ് ആഘോഷിക്കുന്ന ഈ ഒരു ഉത്സവം. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ്, ബ്രസീൽ ടു ജോയിൻ ഓയിൽ എക്സ്പോർട്ടിംഗ് നേഷൻ ഇൻ ഒപെക് ഗ്രൂപ്പ്. ഒപെക് പ്ലസ് ഗ്രൂപ്പിൽ എണ്ണ കയറ്റുമതി ചെയ്യുന്ന പ്രധാന രാജ്യങ്ങളുമായി ബ്രസീൽ ചേരുന്നു. ബ്രസീൽ എന്ന രാജ്യം ഒപെക് എന്ന ഗ്രൂപ്പിൽ ചേരുകയാണ്. എന്താണ് ഒപെക് എന്ന് പറയുന്ന രാജ്യത്തിന്റെ ഈ ഒരു ഒപെക്കിന്റെ ഫുൾ ഫോം? അതുപോലെ ഏറ്റവും കൂടുതൽ ഇന്ന് എണ്ണ ഉൽപ്പാദിപ്പിക്കുന്ന, കയറ്റുമതി ചെയ്യുന്ന രാജ്യം ഏതാണ്? എത്ര രാജ്യങ്ങളാണ് ഒപെക്കിൽ ഉള്ളത്? നമുക്ക് കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 ഫെബ്രുവരി 18 പ്രധാന എണ്ണ കയറ്റുമതി രാജ്യങ്ങളുടെ കൂട്ടായ്മയായ ഒപെക് പ്ലസിൽ ചേരാൻ ഏത് രാജ്യമാണ് അംഗീകാരം നൽകിയത്? ബ്രസീൽ. ബ്രസീലിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള തീരുമാനമാണ്, അതായത് ഒപെക് പ്ലസ് എന്ന ആ ഒരു സംഘടനയിൽ ജോയിൻ ചെയ്യുന്നതിന് വേണ്ടി ഈ ഒരു തീരുമാനമെടുത്തിട്ടുള്ളത് ഈ കഴിഞ്ഞ ഫെബ്രുവരി 18, അതായത് കഴിഞ്ഞ ആഴ്ചയായിരുന്നു. ഒപെക് എന്നാൽ ഓർഗനൈസേഷൻ ഓഫ് ദി പെട്രോളിയം എക്സ്പോർട്ടിംഗ് കൺട്രീസ്.
ഓർഗനൈസേഷൻ ഓഫ് ദി പെട്രോളിയം എക്സ്പോർട്ടിംഗ് കൺട്രീസ് എന്ന് പറയുന്ന ഒപെക്കിലാണ് ഇപ്പോൾ ബ്രസീൽ ജോയിൻ ചെയ്തിട്ടുള്ളത് ഈ കഴിഞ്ഞ ഫെബ്രുവരി 18. പ്രധാന എണ്ണ കയറ്റുമതി രാജ്യങ്ങളുടെ കൂട്ടായ്മയായ പെട്രോളിയം കയറ്റുമതി രാജ്യങ്ങളുടെ സംഘടനയിൽ ഒപെക് എത്ര രാജ്യങ്ങളുണ്ട്? 12 മെമ്പേഴ്സ്, 12 അംഗരാജ്യങ്ങൾ. ഈ കഴിഞ്ഞ സെപ്റ്റംബർ 2024 കണക്കനുസരിച്ച് ഒപെക്കിൽ 12 രാജ്യങ്ങൾ ആണുള്ളത്. ഇത് ലേറ്റസ്റ്റ് ആയിട്ട് ജോയിൻ ചെയ്തിട്ടുള്ള രാജ്യമാണ് ബ്രസീൽ. ഒപെക് എന്ന ഈ സംഘടനയുടെ ഫുൾ ഫോം ആണ് ഓർഗനൈസേഷൻ ഓഫ് ദി പെട്രോളിയം എക്സ്പോർട്ടിംഗ് കൺട്രീസ്. ഒപെക് എന്ന ഈ സംഘടന ഇത് ആരംഭിച്ചിട്ടുള്ളത് 1960 ഇറാഖിലെ ബാഗ്ദാദിലാണ് 1960 സെപ്റ്റംബറിൽ ഈ ഒരു സംഘടന ആരംഭിച്ചിട്ടുള്ളത്. ഒപെക്കിന്റെ ഹെഡ് ഓഫീസ് ആണ് വിയന്ന. ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ ഉൽപാദക രാജ്യം ഏതാണ്? യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. ഇന്ന് ലോകത്തിലെ ഏറ്റവും കൂടുതൽ എണ്ണ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം എന്ന് പറയുമ്പോൾ അത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആണ്. ദി ലാർജസ്റ്റ് ഓയിൽ പ്രൊഡ്യൂസിംഗ് സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ കൺട്രി എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. അത് കഴിഞ്ഞാൽ പിന്നെ സൗദി അറേബ്യയാണ് രണ്ടാമത്തെ രാജ്യം ഏറ്റവും കൂടുതലായിട്ട് എണ്ണ ഉൽപ്പാദിപ്പിക്കുന്നത്. 3-ാം സ്ഥാനത്ത് റഷ്യ, 4 ചൈനയാണ്. എണ്ണ ഉൽപ്പാദനത്തിൽ ബ്രസീലിന്റെ സ്ഥാനം എത്രയാണ്? ഏറ്റവും വലിയ 7ാമത്തെ എണ്ണ ഉൽപ്പാദക രാജ്യം. 7th ലാർജസ്റ്റ് ഓയിൽ പ്രൊഡ്യൂസർ കൺട്രി എന്ന് പറയുമ്പോൾ ദാറ്റ് ഇസ് ബ്രസീൽ. അത് ബ്രസീൽ ആണ്. ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന രാജ്യം എന്ന് പറയുമ്പോൾ അത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. ഒപെക് എന്നാൽ ഓർഗനൈസേഷൻ ഓഫ് ദി പെട്രോളിയം എക്സ്പോർട്ടിംഗ് കൺട്രീസ്. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ് നാവിക സാഗർ പരിക്രമ 2 INSV തരണി റീച്ചസ് പോർട്ട് സ്റ്റാൻലി. നാവിക സാഗർ പരിക്രമ 2 INSV തരണി പോർട്ട് സ്റ്റാൻലിയിൽ എത്തി. INS തരണി എന്ന് പറയുമ്പോൾ 2 നേവൽ ഓഫീസേഴ്സിന്റെ ലോകം ചുറ്റിയിട്ടുള്ള ഒന്നാണ്. അതിന്റെ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ഈ കഴിഞ്ഞ ദിവസമാണ് അവർ പൂർത്തിയാക്കിയിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോഴത്തെ ഈ ഒരു കറണ്ട് അഫയേഴ്സ്. നമുക്ക് ഈ കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ലോകം ചുറ്റി സഞ്ചരിച്ച ശേഷം ഇന്ത്യൻ നാവിക കപ്പലായ നാവിക സാഗർ പരിക്രമ തരണി ഏത് തുറമുഖത്താണ് എത്തിയത്? പോർട്ട് സ്റ്റാൻലി. പോർട്ട് സ്റ്റാൻലി എന്ന് പറയുന്ന ഈ തുറമുഖം ഇത് ബ്രിട്ടീഷ് ആധിപത്യമുള്ള ഫാക്ലാൻഡ് ഐലൻഡിന്റെ ഒരു ഭാഗമാണ്. സൗത്ത് അറ്റ്ലാന്റിക് ഓഷ്യനിലെ ഫാക്ലാൻഡ് ഐലൻഡ് ഇത് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ അധികാരത്തിലുള്ള ഒരു ദ്വീപാണ്. ഈ ദ്വീപിലെ ഒരു തുറമുഖമാണ് പോർട്ട് സ്റ്റാൻലി. പോർട്ട് സ്റ്റാൻലിയിലാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് പറയുമ്പോൾ ഇന്ത്യൻ നേവൽ ഷിപ്പ് ആയിട്ടുള്ള INSV തരണി എത്തിയിട്ടുള്ളത്. അതായത് ലോകം ചുറ്റിക്കൊണ്ട് അതിന്റെ യാത്ര പൂർത്തിയാക്കിയിട്ടുള്ള ഒന്നാണ് INSV തരണി. ഇന്ത്യൻ നാവിക കപ്പലായ നാവിക സാഗർ പരിക്രമ തരണി 2 നാവിക വനിതാ ഓഫീസർമാരുമായി ഏത് തീയതിയിലാണ് യാത്ര ആരംഭിച്ചത്? ഒക്ടോബർ 2, 2024. 2024 ഒക്ടോബർ 2-ാം തീയതി യാത്ര ആരംഭിച്ചിട്ടുള്ള, അതായത് വളരെ ദുഷ്കരമായിട്ടുള്ള ആ ഒരു യാത്ര ലോകം ചുറ്റുക എന്ന് പറയുമ്പോൾ അത് കേവലം 2 ഓഫീസേഴ്സ്, വനിതാ ഓഫീസേഴ്സ് ആരംഭിച്ചിട്ടുള്ള ആ യാത്രയാണ് 2024 ഒക്ടോബർ 2-ാം തീയതി. 2024 ഫെബ്രുവരി 18 നാവിക സാഗർ പരിക്രമ തരണിയിൽ യാത്ര പൂർത്തിയാക്കിയ 2 വനിതാ നാവിക ഓഫീസർമാർ ഏതാണ്? ലഫ്റ്റനന്റ് കമാൻഡർ ദിൽന കെ, ലഫ്റ്റനന്റ് കമാൻഡർ രൂപ എ. ലഫ്റ്റനന്റ് കമാൻഡർ ദിൽന എ കോഴിക്കോട് സ്വദേശിയായിട്ടുള്ള 2014 നേവിയിലെ ഓഫീസർ ആയി ജോയിൻ ചെയ്തിട്ടുള്ള വനിതയാണ് ലഫ്റ്റനന്റ് കമാൻഡർ ദിൽന കെ. ലഫ്റ്റനന്റ് കമാൻഡർ ദിൽന കെയും ലഫ്റ്റനന്റ് കമാൻഡർ രൂപ എ ആണ് കഴിഞ്ഞ 2024 ഒക്ടോബർ 2-ാം തീയതി അവരുടെ ഗ്ലോബൽ സർക്കം നാവിഗേഷൻ ഓഫ് ദി ഗ്ലോബ്, അതായത് ഗ്ലോബിനെ വലം വെക്കുക എന്ന് പറയുന്ന ആ ഒരു യാത്ര ആരംഭിച്ചിട്ടുള്ളത്. വലം വെക്കുക എന്ന് പറയുമ്പോൾ അതിനെ പറയുന്ന ഒന്നാണ് സർക്കം നാവിഗേഷൻ. അമ്പലങ്ങളിലും നമ്മൾ വലത്ത് വെക്കുമ്പോൾ പറയുന്ന ഒന്നാണ്, അതിനെ പറയുന്ന ഒന്നാണ് സർക്കം നാവിഗേഷൻ എന്ന് തന്നെ പറയുന്നത്. INS തരണി എന്ന കപ്പലിലാണ് യാത്ര ആരംഭിച്ചിട്ടുള്ളത്. വളരെ ദുഷ്കരമായിട്ടുള്ള ഒരു യാത്രയായിരുന്നു. ഏതാണ്ട് 3 ചുഴലിക്കാറ്റ് വരെ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുള്ള, എന്നാൽ അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് അവരുടെ ആ ഒരു ധൈര്യമാണ് ഇവിടെ എടുത്തു കാണിക്കുന്നത്. 2 വനിതാ ഓഫീസേഴ്സ് INS തരണി എന്ന് പറയുന്ന ഒരു ചെറിയ കപ്പലിൽ തുടങ്ങിയ യാത്ര. ഭൂമിയിലെ ഏതൊരു കരയിൽ നിന്നും ഏറ്റവും ദൂരെയുള്ള സ്ഥലം, കടൽ യാത്രയിൽ സഞ്ചരിക്കാൻ ഏറ്റവും പ്രയാസമേറിയ ഭാഗം ഏതാണ്? പോയിന്റ് നെമോ. പോയിന്റ് നെമോ എന്ന് പറയുന്ന ഈ ഒരു പോയിന്റ്, ഇതാണ് എന്ന് പറയുമ്പോൾ കരയുമായിട്ട് ഏറ്റവും അകലെ നിൽക്കുന്ന ഒരു പോയിന്റ്. കടൽ യാത്രയിലെ ഏറ്റവും ദുഷ്കരമായിട്ടുള്ള ഒരു യാത്രയാണ് പോയിന്റ് നെമോയിലൂടെ പോകുന്ന ഈ യാത്ര. ന്യൂസിലാൻഡും ചിലി ഇതിന്റെ ഇടയിൽ വരുന്ന ഒരു പൂർണ്ണമായിട്ടും ഐസൊലേറ്റഡ് ആയിട്ടുള്ള, ഭൂമിയുമായിട്ട് ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു പോയിന്റ് ആണ് പോയിന്റ് നെമോ. ഇതിലൂടെയാണ് ലഫ്റ്റനന്റ് കമാൻഡർ ദിൽന എയും
ലഫ്റ്റനന്റ് കമാൻഡർ രൂപ എയുടെ യാത്ര ഉണ്ടായിട്ടുള്ളതും 3 ചുഴലിക്കാറ്റും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ദുഷ്കരമായിട്ടുള്ള ആ യാത്ര പല സ്ഥലങ്ങളിലും ഉണ്ടായിട്ടുള്ള വെല്ലുവിളികൾ ഇതിനെല്ലാം മറികടന്നുകൊണ്ടാണ് ആ യാത്ര 2024 ഒക്ടോബർ 2 തീയതി ആരംഭിച്ചതും അത് അവസാനിച്ചത് ഫെബ്രുവരി 18 തീയതിയാണ്. ഇനിയിപ്പോൾ സൗത്ത് ആഫ്രിക്ക വഴി കറങ്ങി ഈ കപ്പൽ ഇന്ത്യയിലേക്ക് എത്തും. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ് ഫസ്റ്റ് എവർ ഓൾ ഇന്ത്യ ട്രാൻസ്ജെൻഡർ കോൺഫറൻസ്. ആദ്യത്തെ അഖിലേന്ത്യാ ട്രാൻസ്ജെൻഡർ സമ്മേളനം ഇത് എവിടെയാണ് നടന്നിട്ടുള്ളത്, അതുപോലെ തന്നെ ഈ ട്രാൻസ്ജെൻഡേഴ്സിന്റെ സമ്മേളനം ഉദ്ഘാടനം അത് ഏത് ആചാരപ്രകാരമാണ് നടക്കുന്നത്. നമുക്ക് ഈ കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 ഫെബ്രുവരി 17 മുതൽ നടക്കുന്ന ആദ്യ അഖിലേന്ത്യാ ട്രാൻസ്ജെൻഡർ സമ്മേളനം ഏത് നഗരത്തിലാണ് നടക്കുന്നത്? അജ്മീർ, രാജസ്ഥാൻ. രാജസ്ഥാനിലെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു സ്ഥലമാണ് അജ്മീർ. ടൂറിസവുമായി ബന്ധപ്പെട്ടും വളരെ മനോഹരമായിട്ടുള്ള കോട്ടകൾ ഉള്ള ഒരു പ്രദേശമാണ് അജ്മീർ. അജ്മീറിലാണ് ഫെബ്രുവരി 17 മുതൽ ആദ്യത്തെ അഖിലേന്ത്യാ ട്രാൻസ്ജെൻഡർ സമ്മേളനം ആരംഭിച്ചിട്ടുള്ളത്. ഇത് 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു സമ്മേളനമാണ്. ദ ഫസ്റ്റ് ട്രാൻസ്ജെൻഡേഴ്സ് കോൺഫറൻസ്, ഓൾ ഇന്ത്യ കോൺഫറൻസ്. 2025 ഫെബ്രുവരി 17 ഏത് ചടങ്ങിലൂടെയാണ് ട്രാൻസ്ജെൻഡറുകളുടെ കന്നി അഖിലേന്ത്യാ സമ്മേളനം ഉദ്ഘാടനം ചെയ്തത്? കിച്ഡി തുലായ് റിച്വൽ. കിച്ഡി തുലായ് ആചാരപ്രകാരമാണ് ഈ ഒരു സമ്മേളനം ആരംഭിച്ചിട്ടുള്ളത്. ഫെബ്രുവരി 17 ഓൾ ഇന്ത്യ കോൺഫറൻസ് ഓഫ് ട്രാൻസ്ജെൻഡേഴ്സ്. ഇത് രാജസ്ഥാനിലെ അജ്മീറിലാണ്. ഏറ്റവും കൂടുതൽ ട്രാൻസ്ജെൻഡേഴ്സ് താമസിക്കുന്ന സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശ്. ഇന്ന് ഏറ്റവും കൂടുതലായിട്ട് ട്രാൻസ്ജെൻഡേഴ്സ് ഉള്ള സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ അത് ഉത്തർപ്രദേശ് ആണ്. ഇന്നിപ്പോൾ ഇന്ത്യയിൽ ഏതാണ്ട് 4,87,000 ട്രാൻസ്ജെൻഡേഴ്സ് ആണ് കണക്ക് പ്രകാരം ഉള്ളത്. 2011 സെൻസസ് പ്രകാരമാണ് ഈ കണക്ക്. അതിൽ ഏറ്റവും കൂടുതലായിട്ടുള്ളത് SC ST വിഭാഗത്തിൽ തന്നെയാണ് ഏറ്റവും കൂടുതലായിട്ടുള്ള ട്രാൻസ്ജെൻഡേഴ്സ് ഉള്ളത്. ഉത്തർപ്രദേശ്, മണിപ്പൂർ, ഒഡീഷ, ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലാണ് ഏറ്റവും കൂടുതലായിട്ട് ട്രാൻസ്ജെൻഡേഴ്സ് ഉള്ളത്. ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലെ ലാസ്റ്റ് ഹെഡിംഗ് ഡീൽ വിത്ത് BEL ഫോർ അഡ്വാൻസ് റേഡിയോസ് ഫോർ ദി ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ്. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിനായി അഡ്വാൻസ് റേഡിയോകൾ BELയുമായി കരാർ ഒപ്പിട്ടു. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ബന്ധപ്പെട്ട ഡിഫൻസുമായി ബന്ധപ്പെട്ട ഒരു കറണ്ട് അഫയേഴ്സ് ആണ്. നമുക്ക് ഈ കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 ഫെബ്രുവരി 20 149 സോഫ്റ്റ്വെയർ ഡിഫൻസ് റേഡിയോകൾ വാങ്ങാൻ പ്രതിരോധ മന്ത്രാലയം ഏത് സംഘടനയുമായി ഒപ്പുവെച്ചു? ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ്, BEL, ബാംഗ്ലൂരു. BEL ഇതിന്റെ ഹെഡ് ഓഫീസ് ആണ് ബാംഗ്ലൂർ. BEL ആയിട്ട് ഡിഫൻസ് മിനിസ്ട്രി ഓഫ് ഡിഫൻസ് ഒപ്പിച്ച ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കരാർ ആണ്. ഇതനുസരിച്ച് 149 സോഫ്റ്റ്വെയർ ഡിഫൈൻഡ് റേഡിയോസ് ആണ് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് നൽകാൻ പോകുന്നത്. കരാർ പ്രകാരം 1220.12 കോടി രൂപയുടെ ഒരു കരാർ ആണ് BEL, അതായത് ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് ബാംഗ്ലൂർ ആയിട്ട് മിനിസ്ട്രി ഓഫ് ഡിഫൻസിന്റെ ഈ ഒരു കരാർ. 2025 ഫെബ്രുവരി 20 കരാർ പ്രകാരം ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് ഏത് സംഘടനയ്ക്ക് വേണ്ടിയാണ് സോഫ്റ്റ്വെയർ ഡിഫൻസ് റേഡിയോ നിർമ്മിക്കുന്നത്? ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ്. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന് വേണ്ടിയാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഈ ഒരു കരാർ ഒപ്പുവെച്ചിട്ടുള്ളത്. മിനിസ്ട്രി ഓഫ് ഡിഫൻസ്, അതുപോലെ തന്നെ BEL, ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് 149 സോഫ്റ്റ്വെയർ ഡിഫൈൻഡ് റേഡിയോസ് ആണ് ഉൽപ്പാദിപ്പിക്കാൻ പോകുന്നത് 1220.12 കോടി രൂപയ്ക്ക്. നമ്മളിന്ന് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണെന്ന് ഇവിടെ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത്. ഓരോ പ്രാവശ്യം ഇതുപോലെ തന്നെ അപ്ഡേറ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാകുന്നൊരു മാറ്റമുണ്ട്. ജനറൽ നോളജ് എവിടെയും നമുക്ക് നല്ലൊരു മാറ്റം കാണാൻ സാധിക്കും. ജേർണലിസ്റ്റ് കറണ്ട് അഫയേഴ്സിൻ്റെ ഇന്നത്തെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് നാളെ വീണ്ടും പുതിയ കറണ്ട് അഫയേഴ്സുമായിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.